അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആരുടെ വാക്കാണ് വിലമതിക്കുന്നത്? വിശ്രുതരുടെ. പ്രഭാഷകൻ 39:5 അനുസരിച്ച് അവൻ അത്യുന്നതന്റെ മുമ്പിൽ അർപ്പിക്കുന്നത് എന്ത്? പ്രാർത്ഥനകൾ. കർത്താവ് അരുളിച്ചെയ്തപ്പോൾ എന്താണ് കുന്നുകൂടിയത്? ജലം. പ്രഭാഷകൻ 39:29 അനുസരിച്ച് പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാം? അഗ്നി, കന്മഴ, ക്ഷാമം, മഹാമാരി. പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗാനം ആലപിച്ച് എന്ത് വാഴ്ത്തുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ നാമം. ജോബ് 5:7 സമാനമായ പ്രഭാഷക പുസ്തക ഭാഗം 40:1. മനുഷ്യരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ്? മരണദിനം. പ്രഭാഷകൻ 40-ാം അധ്യായം അനുസരിച്ച് എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? ദാനധർമ്മം. ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നത്? കുഴലും കിന്നരവും. ആരുടെ ഉദരത്തിലാണ് അഗ്നി ജ്വലിക്കുന്നത്? നിർലജ്ജന്റെ. യോഹന്നാനെ ശിരച്ഛേദം ചെയ്ത രാജാവ്? ഹെരോദേസ്. അവർ മടങ്ങിവന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. ആര്? അപ്പസ്തോലന്മാർ. നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞത് ആര്? വിശുദ്ധ പത്രോസ്. യേശുവിൻ്റെ രൂപാന്തരവേളയിൽ സന്നിഹിതരായവർ മോശയും ഏലിയായും. നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ആരുടെ വാക്കുകൾ? യേശു. ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ഡാഷ് എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കുഞ്ഞാടുകളെ. ആരാണ് തൻ്റെ കൂലിക്ക് അർഹനാണെന്ന് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്? വേലക്കാരൻ. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചത് ആര്? ഒരു നിയമജ്ഞൻ. ലൂക്കാ 10:41 അനുസരിച്ച് പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നത് ആര്? മർത്ത. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ എത്ര ധനാര കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2. പിശാചുക്കളുടെ തലവൻ? ബെൽസെബൂൾ. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ഡാഷ് ചിതറിച്ച് കളയുന്നു. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ആരാണ്? കൂടുതൽ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഫരിസേയരോട്. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ടത് ആരാണ്? സക്കറിയ.